Hi all, welcome to TradeMax. It's me Rahul Bashir, your Forex mentor. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫോറക്സ് എന്താണെന്ന് പഠിച്ചു, ഫോറക്സിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പഠിച്ചു അല്ലേ. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറക്സിൻ്റെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസിനെ കുറിച്ചിട്ടാണ്. സോ ഒരു മാർക്കറ്റിലേക്ക് വരുന്നൊരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ചെറിയ ഏരിയ തന്നെയാണ് ഈ കാണുന്ന ടെർമിനോളജീസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ടെർമിനോളജീസ് നോക്കിയാലോ. പിപ്പ്, ലോട്ട്, സ്പ്രെഡ്, ലിവറേജ്, മാർജിൻ എന്നിവയാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പിപ്പ് എന്നാണ്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ ചാർട്ടിലേക്ക് തന്നെ പോകാം. സോ നിങ്ങൾക്ക് ഇവിടെ യൂറോ യൂസിയുടെ ചാർട്ട് കാണാം. ഇപ്പോൾ യൂറോ യൂസിയുടെ പ്രൈസ് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. സോ ബേസിക്കലി പിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെല്ലാവരും ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്, നമ്മളെല്ലാവരും വർക്കൗട്ടും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഡംബൽസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ വെയിറ്റ് എത്രയാണെന്നല്ലേ. സോ 2.5, 5, 10 എന്നുള്ള ഈ വെയിറ്റുള്ള ഡംബൽസൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡംബൽസൊക്കെ മെഷർ ചെയ്തിരിക്കുന്നത് kgയിലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി വെള്ളം വാങ്ങാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലിറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റിൽ മാത്രമേ വെള്ളം കിട്ടുള്ളൂ. ലൈക്ക് പെട്രോൾ, ഡീസൽ, അതുപോലെ തന്നെ വെളിച്ചെണ്ണ എല്ലാം മെഷർ ചെയ്തിരിക്കുന്നത് ലിറ്ററിലാണ്. അതുപോലെ തന്നെയാണ് ഫോറക്സ് മാർക്കറ്റിൽ പ്രൈസിനെ മെഷർ ചെയ്തിരിക്കുന്നത് പിപ്പ് വെച്ചിട്ടാണ്. സോ ആ ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ പിപ്പ് എന്ന് പറയുന്നത്. സോ ഒരു പ്രൈസ് മുകളിലേക്ക് പോകുമ്പോഴും പ്രൈസ് താഴത്തേക്ക് പോകുമ്പോഴും പിപ്പ് വെച്ചാണ് മെഷർ ചെയ്യുന്നത്. സോ ആ വാല്യൂ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ യൂറോ യൂസിയുടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാം പ്രൈസ് ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത് 1.15245 എന്ന വാല്യൂലാണ് നിൽക്കുന്നത്. സോ നമുക്ക് എങ്ങനെ ഒരു പിപ്പിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെന്ന് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെസിമൽ കഴിഞ്ഞതിന് ശേഷം 4th വാല്യൂ ചേഞ്ച് ആവുന്നതിനെയാണ് നമ്മൾ പിപ്പ് മാറുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 1.15255 എന്നൊരു വാല്യൂലേക്ക് എത്തുമ്പോൾ, അതായത് ആ 4 എന്നുള്ളത് ഒരു 5 എന്നുള്ള വാല്യൂലേക്ക് എത്തുമ്പോൾ ഒരു പിപ്പ് ചേഞ്ച് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ പ്രൈസ് താഴത്തേക്കും പോകാം അല്ലേ. സോ ആ ഒരു ഡെസിമലിൻ്റെ വാല്യൂ അഗെയിൻ ഒന്നും കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്കും ഒരു പിപ്പ് ചേഞ്ച് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ 3rd ഡെസിമൽ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം 10 പിപ്പ് ചേഞ്ച് ആയെന്നാണ്. ലൈക്ക് നമ്മൾ പണ്ട് ചെയ്യുക, ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യണേ ഒറ്റ 10, 100, 1000 ആ ഒരു രീതിയിലാണ് കൗണ്ട് ചെയ്തിരുന്നത് അല്ലേ. സോ നമ്മൾ ഇവിടെ പിപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 4th ഡെസിമൽ ഒറ്റ, അതിൻ്റെ 3rd ഡെസിമൽ 10 ആ രീതിയിൽ റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ പിപ്പ് വാല്യൂ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 4th വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ 1 പിപ്പ്, ആൻഡ് 3rd വാല്യൂ 10 പിപ്പ്, 2nd വാല്യൂ 100 പിപ്പ്, ആൻഡ് ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1000 പിപ്പ്. അപ്പോൾ ഈ രീതിയിൽ ചേഞ്ചസ് ആവുന്നതിന് നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. സോ കറൻസി പെയർസിൽ എല്ലാത്തിലും ഈ രീതിയിൽ തന്നെ ആയിരിക്കും പിപ്പ് ചെക്ക് ചെയ്യുന്നത്. നമുക്കിനി USD JPY പെയറിൽ എങ്ങനെ ഒരു പിപ്പ് വാല്യൂ ചേഞ്ച് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു കറൻസി പെയറിൻ്റെ 4th ഡെസിമലിലാണ് വാല്യൂ ചേഞ്ച് ആവുന്നതിന് പിപ്പ് മാറുന്നതെന്ന് പറയുന്നെങ്കിൽ നമ്മൾ USD JPY പെയറിൽ വരുമ്പോൾ, അതായത് JPYയുടെ എല്ലാ പെയർസിലും വരുമ്പോൾ 2nd ഡെസിമൽ ചേഞ്ച് ആകുമ്പോഴാണ് പിപ്പ് വാല്യൂ മാറുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 160.282 എന്ന് പറയുന്ന റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2nd ഡെസിമൽ എന്ന് പറയുന്നത് 8 എന്നുള്ള വാല്യൂ ആണ്. സോ ആ 8 എന്നുള്ള വാല്യൂ 9ലേക്ക് മാറുമ്പോൾ ഒരു പിപ്പ് ചേഞ്ച് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ 8 എന്നുള്ള വാല്യൂ ഇപ്പോൾ ഒന്ന് കുറഞ്ഞ് 7ലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒരു പിപ്പ് കുറഞ്ഞതായിട്ടും കാണാൻ പറ്റും. ഇപ്പോൾ രണ്ടിൻ്റെയും ഡയറക്ഷൻ അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ പോലും സെയിം പിപ്പ് മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടക്കക്കാരെ സംബന്ധിച്ച് ഈ ഒരു രീതിയിൽ റീഡ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ നേരത്തെ ഞാൻ യൂറോ യൂസ്ഡിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് റീഡ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് വ്യൂ തന്നെ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് എത്ര പിപ്പ് മൂവ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മെഷർ എന്ന് പറഞ്ഞൊരു ടൂൾ കാണാനായിട്ട് സാധിക്കും. സോ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേ ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു വോളിയത്തിൽ ഇറങ്ങിയതായിട്ട് കാണാൻ പറ്റും. സോ അപ്പോൾ എനിക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ മാത്രം എത്ര പിപ്പ് മൂവ് ചെയ്തെന്ന് കാണാനായിട്ട് എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ കാണുന്ന മെഷർമെൻറ്റ് ടൂൾ യൂസ് ചെയ്യുക. അതിന് ശേഷം ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ ടു ഹൈ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഈ ഒരു ഇതിൽ തന്നെ കാണിച്ചു തരും 13.4 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്സ് ഇവിടെ നടന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പിപ്പ് വാല്യൂ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. സോ കറൻസി പേയേഴ്സിലും ഈ പറഞ്ഞ JPY പേയേഴ്സിലും ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെഷർമെൻറ്റ് യൂസ് ചെയ്യാം. ഞാൻ അഗെയിൻ ഇവിടെ ആ മെഷർമെൻറ്റിൻ്റെ ടൂൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ കാണുന്ന JPY പേയേഴ്സിൽ ഈ കാണുന്ന ക്യാൻഡിലിൻ്റെ ഒരു പിപ്പ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നോക്കാം. ഇത് ലോ ടു ഹൈ ഇവിടെ മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും 12.5 പിപ്പാണ് ഈ ഒരു ക്യാൻഡിൽ മാത്രം മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഗോൾഡിൽ എങ്ങനെ ഒരു പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 4327 ആണെന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, ആൻഡ്
ഗോൾഡിൻ്റെ $1 മൂവ്മെൻറ്റിന് 10 പിപ്പ് എന്നാണ് പറയുക. സോ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4327 എന്നുള്ള വാല്യൂ 28ലേക്ക് മൂവ് ചെയ്തപ്പോൾ ഇവിടെ ഒരു 10 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 27ൽ നിന്ന് 26ലേക്ക് വന്നപ്പോഴും എന്താ ഡയറക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ താഴേക്ക് പോയാലും മുകളിലേക്ക് പോയാലും ആ പിപ്പിൻ്റെ വാല്യൂ സെയിം ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു $1 മൂവ്മെൻറ്റിന് ഇവിടെ എന്താ 10 പിപ്പായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു $10 എങ്ങനെയായിരിക്കും 100 പിപ്പ്. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഗോൾഡിൽ നിങ്ങൾക്ക് എന്താ ഒരു പിപ്പ് റീഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് അഗെയിൻ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് ടൂൾ യൂസ് ചെയ്തിട്ടും ഇവിടെ നമുക്ക് ആ ഒരു പിപ്പിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ നേരത്തെ നോക്കിയതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് വാല്യൂ കാണാനായിട്ട് സാധിക്കുക. നമുക്കിവിടെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു മെഷർമെൻറ്റ് മാത്രം നമുക്ക് നോക്കാം. സോ ഹൈ ടു ലോ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഏകദേശം $25 മൂവ്മെൻറ്റ്സ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലേ. സോ പക്ഷേ ഇവിടെ കാണിക്കുന്നത് എത്രയാണ് 2541 എന്നുള്ളൊരു വാല്യൂ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആക്ച്വലി ഇവിടെ കാണിക്കുന്നത് പിപ്പല്ല, പിപ്പറ്റാണ്. ലൈക്ക് നമ്മൾ $1 100 പൈസ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ പിപ്പറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ 25 × 10 അതായത് ആ $1 മൂവ്മെൻറ്റിന് 10 പിപ്പ് എന്ന കണക്കിൽ ആ $10 × 10 അടിച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ആയിട്ടുള്ള പിപ്പിൻ്റെ കണക്ക് നമുക്ക് എന്താ ഗോൾഡിൽ കിട്ടും. അപ്പോൾ നമ്മൾ എന്താ കറൻസി പേയേഴ്സിലും JPY പേയേഴ്സിലും ഗോൾഡിലും ഒക്കെ പിപ്പ് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് പഠിച്ചു അല്ലേ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടെങ്കിൽ ട്രേഡ് അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോട്ട് എന്താണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നും ഈ ഒരു വീഡിയോ സീരീസ് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഓരോ വാല്യൂബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സും കമൻ്റ് ആയിട്ട് നമ്മളെ അറിയിക്കുക. സോ ബൈ.